ഹലോ, ദാ നോക്കിക്കേ. ഞാനേ സ്ഥലത്തോട്ടിങ്ങനെ നടന്നു വരികയാണ് കേട്ടോ. ദാ ഈ ചെടിയുടെ ഈ മരത്തിൻ്റെ അടുത്തേക്കാണ് നടന്നു തന്നെ. ഇതിലെ കായകളൊക്കെ ഒന്ന് നോക്കിക്കേ. നമ്മുടെ നാട്ടിലെ ഇത് മുള്ളമ്പഴം പോലെയൊക്കെ ഉണ്ടല്ലേ, നോക്ക്. റംബൂട്ടാൻ. അപ്പോൾ അതിൻ്റെ ഒരു വേർഷനാണ് കേട്ടോ അത്. റംബൂട്ടാൻ്റെ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഏതായാലും ഞാനതൊരു 3-4 പറിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് അതങ്ങോട്ട് പൊളിച്ച് നോക്കാം. ഓക്കെ, ഒരു 5-6 പറിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ പൊന്നുമോനാണ് ഈ വീഡിയോ പിടിച്ചത് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ പോയിട്ട് അത് കട്ട് ചെയ്ത് നോക്കാം. കാണാൻ എന്തൊരു ഭംഗിയാണ്. അതിൻ്റെ മുള്ളൊക്കെ നല്ല സോഫ്റ്റാണ് കേട്ടോ. അങ്ങനെ ഷാർപ്പായിട്ട് ഇരിക്കണമെങ്കിലും നല്ല സോഫ്റ്റാണ്. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാനായിട്ട്. അതിൻ്റെ ഫ്രൂട്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഭയങ്കര സോഫ്റ്റാണ് ആ മുള്ളുകളൊക്കെ. നല്ല റൗണ്ടായിട്ടുള്ളതാണ് കേട്ടോ അത്. നല്ല ഉണ്ടയായിട്ടുള്ളതാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ കോഫ്ലാൻഡ് എന്ന് പറയുന്ന ജർമ്മനിയിലൊരു കടയിൽ പോയിട്ട് തിരിച്ച് വന്ന വഴി അവിടെ ഇങ്ങനെ കുറേ സ്ഥലമുണ്ട്. അപ്പോൾ ഞങ്ങൾ നടന്നാണ് വന്നത്. കുറച്ച് ദൂരമുള്ളൂ, ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു സ്റ്റോപ്പേ ഉള്ളൂ. അപ്പോൾ നമ്മളവിടെ പോയിട്ട് വരണ വഴി ഇത് കണ്ടപ്പോൾ ഇതങ്ങ് പറിച്ചു. അവനെ പൊക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടിരുന്നു കേട്ടോ. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനതെടുത്തു. വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് നമുക്ക് തന്നെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഞാൻ വേഗം കത്തിയൊക്കെ എടുത്ത് അതിൻ്റെ ഭംഗിയൊക്കെ നോക്കിയിട്ടൊന്ന് കട്ട് ചെയ്തു. അമ്പാടാ, കട്ട് ചെയ്യാൻ പറ്റണില്ല. ആദ്യം സാധാ ഒരു നമ്മുടെ കത്തി എടുത്ത് മുറിച്ചിട്ട് അത് മുറിയണില്ല. കുറേ നോക്കിയിട്ട് മുറിയണില്ല കേട്ടോ. നന്നായിട്ട് കട്ട് ചെയ്യാനായിട്ട് നോക്കി, പക്ഷെ അത് ഉള്ളിലേക്ക് കയറണില്ല കത്തി. അപ്പോൾ വേറെ ഞാൻ വിചാരിച്ചെന്നാൽ ഈ കത്തി കൊണ്ട് എന്തായാലും ഇതില്ല, അത് പൊളിഞ്ഞ് പോവുകയാണ്. അപ്പോൾ ഞാൻ വേറൊരു കത്തി എടുത്ത്, അതിന് ഇത്തിരി മൂർച്ച കൂടുതലാണ്. ആ കത്തി എടുത്ത് ഞാൻ നന്നായിട്ടൊന്ന് വെട്ടി ഇതാ പൊളിച്ചപ്പോൾ ഇതാ സംഭവം. റംബൂട്ടാൻ്റെ ഉള്ളിൽ കണ്ടതാണ് ഈ കാണുന്നത്. അതിങ്ങനെ പൊളിഞ്ഞ് പോരും കേട്ടോ. നല്ല ഭംഗിയിൽ ഇങ്ങനെ പോരും. പക്ഷെ കട്ട് ചെയ്യാൻ നല്ല പാടാണ്. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. അത് ഇങ്ങനെ പൂ മാതിരി അതിങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ചതഞ്ഞിങ്ങനെ പോരും. അതിൻ്റെ ഒരു പെറ്റൽ പോലെ ഇങ്ങനെ പൊളിഞ്ഞ് പോരുന്നുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ്, ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമ്മൾ ഇതുപോലുള്ള പുതിയ കായ്കളും ഇതൊക്കെ ആയിട്ട് UK-ലെയും ജർമ്മനിയിലെയും ഒക്കെ നമ്മൾ കായ്കളൊക്കെ തരാം. ഇനിയിപ്പോൾ ഞങ്ങൾ അടുത്ത് തന്നെ പോളണ്ടിൽ പോകുന്നുണ്ട്. അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് അതും പറിച്ചുകൊണ്ട് വരാം കേട്ടോ. അപ്പം നിങ്ങൾ വീഡിയോ കണ്ടിന്യൂസ് കാണണം. എന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം. ബൈ, സീ യു.